ഹലോ, ഇന്നൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുള്ളത് നമ്മൾ ലുലുവിൽ പോകാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. ആദ്യമൊക്കെ നമ്മൾ ഫ്രൈഡേ ഈവനിങ് പോയിട്ട് വാങ്ങിക്കായിരുന്നു, നമ്മൾ ഷാർജയിലുള്ള സമയത്ത്. ഇപ്പം നമ്മൾ റാഷിദയിലേക്ക് മാറിയില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റാഷിദയിലേക്ക് മാറി എന്നുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുലു 12 മണിയാകുമ്പോൾ അടയ്ക്കും. നമ്മൾ ഈ രാത്രി ഓഫീസിൽ നിന്നൊക്കെ വന്ന് എത്തുമ്പോഴേക്കും പിന്നെ നല്ല അവിടെ അടച്ചിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് വിചാരിച്ചു ഇനി ശനിയാഴ്ച പോയി കഴിഞ്ഞാൽ നല്ല ഫ്രഷ് സാധനങ്ങൾ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ആദ്യമായിട്ട് പോയത് ശനിയാഴ്ച. അതിന് മുന്നൊരു ദിവസം കുറച്ച് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു, ഫ്രൈഡേ തന്നെ. അപ്പോൾ പിന്നെ കുഴപ്പമുണ്ടായില്ല. കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ നല്ല സാധനങ്ങൾ കിട്ടി, നല്ല ഫ്രഷ് സാധനങ്ങൾ കിട്ടി. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മുതൽ ശനിയാഴ്ച പോവാന്നുള്ളത്. അപ്പോൾ എണീറ്റു ഒന്ന് ഫ്രഷായി നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുവാണ്. എനിക്ക് കുറച്ച് വർക്ക് കംപ്ലീറ്റ് ആക്കാനുണ്ടായിരുന്നു. അപ്പം ഞാനെന്നാൽ പിന്നെ രാവിലെ അതന്നെ തീർക്കാമെന്ന് വെച്ചിട്ടൊക്കെ തീർത്തു. നമ്മുടെ 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ നേരെ ലുലുവിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു ബിരിയാണിയൊക്കെ വെച്ച് അടിച്ചു പൊളിക്കാന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ നമ്മൾ മഷ്റൂം ബിരിയാണി പിന്നെ അതേപോലെ തന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം അവള് ചിക്കൻ കഴിക്കില്ല, എൻ്റെ ഹസ്ബൻഡ് ചിക്കൻ കഴിക്കില്ല, പിന്നെ ഞാനും സൂരജ് മാത്രമേ ചിക്കൻ കഴിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കും ചിക്കനും ഉണ്ട്, ഇവർക്ക് ഉണ്ടാക്കും മഷ്റൂം ബിരിയാണി ഉണ്ട്. അവള് ചിക്കൻ ബിരിയാണിയിലെ റൈസ് കഴിക്കും കേട്ടോ, പക്ഷെ ചിക്കൻ മാത്രം കഴിക്കില്ല. അപ്പോൾ അങ്ങനെ ഞാൻ മഷ്റൂം എല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്തു. ഇത് കുറച്ചു നേരം ഇങ്ങനെ വെക്കണം. ഇത് നിങ്ങൾക്ക് ഇതിന്റെ റെസിപ്പി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി കേട്ടോ. നല്ല അടിപൊളി ബിരിയാണിയാണ്, ഒന്നും പറയാനുള്ള ഒരു രക്ഷയില്ല. ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര കഴിക്കാന്നുള്ളത് എനിക്ക് പോലും അറിയാൻ പറ്റില്ല. ഭയങ്കര ടേസ്റ്റ്. ചിക്കൻ ബിരിയാണി നമ്മൾ അങ്ങനെ ഉണ്ടാക്കൽ കുറവാണ്. നമ്മൾ മഷ്റൂം ബിരിയാണിയാണ് കൂടുതൽ ഉണ്ടാക്കാറ്. കാരണം എൻ്റെ ഹസ്ബൻഡ് ചിക്കൻ കഴിക്കില്ല. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ ട്രൈ ചെയ്യും. മഷ്റൂം വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ ആള് ഉണ്ടാക്കി തന്നിട്ട് ഞാൻ കഴിച്ചിട്ട് പിന്നെ ഞാൻ അഡിക്റ്റ് ആയി പോയി മഷ്റൂം ബിരിയാണിക്ക്. ഭയങ്കര ടേസ്റ്റ്, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് കഴിക്കും. ചിക്കൻ ഇപ്രാവശ്യം ഉണ്ടാക്കിയത് ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പ്രോസസ്സ്. ചിക്കൻ ബിരിയാണി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ ചിക്കനൊക്കെ കയ്യിലിട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് കാണിക്കുന്നുള്ളൂ കേട്ടോ, വീഡിയോയിൽ കൂടുതലൊന്നും കാണിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നേരെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അത് ഷാർജയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പൊ രാത്രി പോയപ്പോൾ ഒരു 8-9 മണിയായി. അപ്പോൾ രാവിലെയാണ് അവർ വിളിച്ച് പറയുന്നത് ഇങ്ങനെ വൈകുന്നേരം പാർട്ടി ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ വൈകുന്നേരം നമ്മൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവർ വേഗം വീട്ടിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് അവർ അവിടേക്ക് വന്നു. നമ്മൾ ഇവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി. പെട്ടെന്നായിട്ട് ഒന്നും വാങ്ങിയാൻ പറ്റില്ല. ഞാൻ നമുക്ക് ചോക്ലേറ്റ് മാത്രം വാങ്ങിച്ചത്. ഇതാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഗ്യാങ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഫാമിലി പോലെയാണ്. നമ്മൾ കുറച്ചായിട്ടുള്ളൂ, 1 ഇയർ പോലും ആയിട്ടില്ല നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടാൻ തുടങ്ങിയിട്ട്. ഈ ഇരിക്കുന്ന 2 പേരാണ് നമ്മുടെ ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പോൾ ബാക്കി എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സാണ്. അവരെ വഴിയാണ് നമുക്ക് ഇവരെല്ലാവരെയും കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി 2 പേരും കൂടെ ബാക്കിയുണ്ട് ഇതിൽ വരാനുള്ള. അവർ 2 പേരും നാട്ടിലായിരുന്നു.